ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം പോർച്ചുഗൽ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ട്രൈ ഹാക്കിങ്ങിയുടെ ഒരു റൂം ചെയ്യാൻ പോവാണ്. അതിനർത്ഥം മറ്റേ നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്നൊന്നുമല്ല, അത് വരും, അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ചെയ്ത് പോകും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ട്രൈ ഹാക്മി റൂം മീൻസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ട്രൈ ഹാക്മിയുടെ റൂം എന്ന് പറയുമ്പം ഇതാണ് ക്യാപ്ചർ. ഇതൊരു CTF ആണ്. നമുക്ക് ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കണം. ഒറ്റയൊരു ഫ്ലാഗ് കണ്ടുപിടിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. പക്ഷേ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഞാൻ എൻ്റെ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് VPN കണക്ട് ചെയ്യാം. അതിനു മുമ്പ് ടെർമിനേറ്റർ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതാ. ഞാനാണെങ്കിൽ ആദ്യം VPN-ആയിട്ട് കണക്ട് ചെയ്യട്ടെ. ഞാൻ ഒരു ഏലിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ട്രൈ ഹാക്മി ഒന്ന് എടുത്തിട്ട് ആ റൂംസിന് വേണ്ടിയുള്ള ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യട്ടെ. കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആ ഒരു മെഷീൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്, അപ്പം നമുക്കതൊന്ന് എടുത്തിട്ട് അൺസിപ്പ് ചെയ്യാം. അത് password.txt എന്നും username.txt എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫയൽസാണ് ഇപ്പോൾ അൺസിപ്പായി നമുക്ക് കിട്ടിയേക്കുന്നത്. ജസ്റ്റ് അതിലെ കണ്ടൻറ്റ് നോക്കാം. അത് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനായിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊരു ലോഗിൻ ഫോം ബൈപ്പാസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് വായിച്ചു തുടങ്ങാം. Secure Solar Codex was once again developed a web application. They were tired of hackers enumerating and exploiting their previous login form. They thought a web application firewall was too overkill and unnecessary. So they developed their own rate limiter and modified the code slightly. Before we start, download the required files by pressing the download task file button. നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരൊരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ യൂസ് ചെയ്യുന്നില്ല. ഇവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ഓവർ റേറ്റ് ലിമിറ്ററും പിന്നെ കോഡ് മോഡിഫൈ ചെയ്തതുമാണ് ഇവരുടെ ആ ഒരു ലോഗിൻ പേജിലുള്ളത്. നമ്മളത് ബൈപ്പാസ് ചെയ്തിട്ട് കയറണം. നമുക്ക് ആ ഒരു IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കയറാം. നമുക്കറിയാമല്ലോ ഇതൊരു ലോഗിൻ പേജ് നമ്മൾ ലോഗിൻ പേജ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് കയറേണ്ടതാണെന്ന്. ഇതാണ് ആ ലോഗിൻ പേജ്. അപ്പോൾ ഇതിലൊരു വിഷയം എന്ന് പറയുമ്പം ഇവർ ഓവർ റേറ്റ് കില്ലർ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബർപ്പിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്, ബബ്സ്യൂട്ടിൻ്റെ. നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. വെയിറ്റ്. അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഇതിലങ്ങനെ ബർപ്പ് യൂസ് ചെയ്യാറില്ലായിരുന്നു. എനിക്ക് ഒരു PC ഉണ്ട്, അപ്പം അതിലാണ് ഞാൻ കൂടുതലും റൂംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ യൂസർ നെയിമും ഉണ്ട്, പാസ്വേഡും ഉണ്ട്. അത് വെച്ച് നമ്മൾ കയറണം. നമുക്ക് നോർമൽ എന്തായാലും ഇതിൽ പറ്റത്തില്ല, കാരണം ഇവർ ഓവർ റേറ്റ് കില്ലർ വെച്ചിട്ടുണ്ട് അല്ലേ, ഓവർ ഹെഡ് ലിമിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ പരിപാടിയുണ്ട്, വർക്കൗട്ട് ആകുമോ എന്ന് അറിയത്തില്ല. ഞാനിത് നമ്മുടെ പോർച്ചുഗൽ ഒരു ലാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതുപോലൊരു
പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതേ മെത്തേഡിൽ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു യൂസർ നെയിം തെറ്റാണെങ്കിൽ എന്ത് കാണിക്കുമെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, വേർ ഈസ് ബർബ് നോബ്. ഓക്കെ, യൂസർ ഇല്ലെങ്കിൽ ആദ്യം യൂസർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ആദ്യം വാലിഡായിട്ടുള്ളൊരു യൂസർ നെയിം കണ്ടുപിടിക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു മെയിൻ എന്താ പറയുന്നത് പാസ്വേഡ് എന്യൂമറേഷനിലേക്ക് ബ്രൂട്ട് ഫോഴ്സിങ് പരിപാടിയിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിവിടെ കോപ്പി ചെയ്യുവാണ്. ബർപ്പിൻ്റെ ആ ഒരു ബ്രൗസറിലോട്ട് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്യുന്നു, യൂസർ നെയിം തെറ്റടിക്കുന്നു, പാസ്വേഡ് എന്തെങ്കിലും അടിക്കുന്നു, ലോഗിൻ. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് ഇൻട്രൂഡറിലോട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ എനിക്കിപ്പം യൂസർ നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ ആഡ് കൊടുക്കുന്നു, ലോഡ് കൊടുക്കുന്നു, എൻ്റെ ഡൗൺലോഡ്സിലുണ്ട് username.txt, then start attack. ഓക്കെ, ഇവിടെ ആ ഒരു എന്താ പറയുന്നത് ലെങ്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ല, നമുക്ക് ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്ത് നോക്കാം. വേറൊരു മെത്തേഡ് നോക്കാം. ജസ്റ്റ് എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി ഇതിലോട്ട് ഞാനാണെങ്കിൽ ഒരു ഗ്രെപ്പിൻ്റെ പരിപാടി ഇടുവാണേ. ഗ്രെപ്പ്. ഓക്കെ, ഗ്രെപ്പ് എക്സ്ട്രാക്ട് ആഡ് കൊടുക്കുന്നു. ഫെച്ച് റെസ്പോൺസിൽ ഇവിടെ എവിടെയോ ഉണ്ട്. Too many part login attempts proudly hosted. captcha enabled. ഓക്കെ, ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഈ ഒരു CTF ചെയ്യുമ്പം എന്തായാലും നമ്മൾ സ്റ്റക്കാവും. ഞാൻ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാനൊരു ബിഗിനറാണ്. അപ്പം ഒരു ബിഗിനർ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിപ്പോൾ ആർക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം വേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അതും നമുക്കറിയില്ല. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം പ്രശ്നങ്ങൾ വരാം. അപ്പം നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ റിസർച്ച് ചെയ്യുക, വേറെ വീഡിയോസ് നോക്കുക, അല്ലെങ്കിൽ ഇപ്പം വാക്ക് ത്രൂ നോക്കുന്നൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. കുറേ ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലോ കിട്ടുന്നത് നമുക്ക്. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവരും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ. അവരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ഓക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരോടൊന്നും അല്ല, നമുക്ക് അത്യാവശ്യം കമ്പനിയോടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് ഇത് തന്നെയാണ്. തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യും, തുടക്കത്തിൽ കുറേ കഷ്ടപ്പെടും, തുടക്കത്തിൽ നന്നായിട്ട് നമ്മൾ സ്റ്റക്കാവും. നമുക്ക് വാക്ക് ത്രൂ നോക്കിയേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വാക്ക് ത്രൂ നോക്കിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതൊക്കെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരു പറയുന്നത് തെറ്റോ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. സോ ഇവിടെ ക്യാപ്ച എനേബിൾഡ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ലോഗിൻ അറ്റംപ്റ്റ് കൊടുക്കുവാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കൊടുത്തായിരുന്നല്ലോ, ഇനി ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യുവാണെങ്കിൽ നോക്കാവേ. എനിക്കാദ്യം ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. കണ്ടോ, ക്യാപ്ച വന്നിട്ടുണ്ട്. ഓക്കെ, ടൂ മെനി ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ് വരുമ്പം നമുക്കൊരു ക്യാപ്ച എനേബിൾഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും? ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു പാസ്വേഡ് ഒരു യൂസർ നെയിം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കാം. അപ്പം ഓക്കെ ആയി, തെറ്റായി, അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇത് വരത്തില്ലായിരിക്കും. നമുക്ക് അങ്ങനെ ഇത് ബൈപ്പാസ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളിൽ ഇപ്പോൾ വർക്കൗട്ട് ആകുന്ന യൂസർ നെയിം പാസ്വേഡും ഇല്ല. നമ്മളെങ്ങനെ കയറും? അതിനു മുമ്പ് ഇതിൽ എന്തെങ്കിലും സീക്വൽ ഇഞ്ചെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചുമ്മാ നോക്കാം. നോക്കുന്നതുകൊണ്ടൊന്നും പോകുന്നില്ലല്ലോ. പാസ്വേഡ് എന്തിട്ട് അടിക്കണം? ഇല്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, എങ്ങനെ ക്യാപ്ച ബൈപ്പാസ് ചെയ്യാൻ പറ്റും? ChatGPT ചോദിക്കാം.
When there is too many bad attempts, there arise a captcha. How to bypass it? System is challenging task and often crosses ethical and legal consistency of try hack me or safe. Test SQL injection. നമ്മൾ നോക്കി. Username, password, invalid login. Example with Hydra. Check for CAPTCHA weaknesses. Inspect the HTML source to see if CAPTCHA can be bypassed. Use tools like ഓക്കെ ഒരു വേ ഉണ്ട്, ഒരു വേ കാണും, നോക്കാം എന്തായാലും വേ ഉണ്ട്, നമ്മളിത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ലോഗിൻ കൊടുക്കുവാണെങ്കിൽ ഓക്കെ അപ്ഗ്രേഡഡ് ഇൻസെക്യൂർ റിക്വസ്റ്റ് യൂസർ മോസില്ല വിൻഡോസ്. ഓക്കെ ഇത് വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്റ്റിൻ്റെ ആ ഒരു IP അഡ്രസ്സ് ഇവിടെ ഡിറ്റക്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആകുമോന്ന്. ലോക്കൽ IP അഡ്രസ്സ് കൊടുക്കാം. എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ, ഫെയിലിയറിലൂടെ അല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ജസ്റ്റ് ഫോർവേഡ് ഇറ്റ് ആൻഡ് നൗ ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, പിന്നെ നോക്കാം വേറെന്തെങ്കിലും. ജസ്റ്റ് അഗെയിൻ ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യാൻ ഇത് നമുക്കൊരു വാലിഡ് IP അഡ്രസ് കൊടുക്കാം. ബട്ട് അതിന് മുമ്പ് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യണം. ഇല്ല, നോ വേ, ടു മെനി ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്. പ്രോക്സി ചെയിൻസ് യൂസ് ചെയ്യുവാണെങ്കിലോ ഇപ്പം നമ്മളിപ്പോൾ ഒരു IP അഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ എറേസ് മീൻസ് ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. അപ്പം IP അഡ്രസ്സ് ഹൗ ടു ചേഞ്ച് IP അഡ്രസ് ടു bypass it. In the request in purple we can see there is a host with the value of the IP address of my machine. Use a proxy or VPN. Use a pool of proxies to rotate user IP address. ഓക്കെ, അതൊരു പരിപാടിയാണ്, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. യൂസ് എ VPN സർവീസ് വിത്ത് റൊട്ടേറ്റിംഗ് IPs. ഈച്ച് ടൈം you reconnect you get a new IP address. നമുക്കെന്തായാലും അത് ബൈപ്പാസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും? ഹൗ ടു ബൈപ്പാസ്. വാക്ത്രൂ നോക്കിയാലോ? ട്രൈ ഹാക്ക് മീ വാക്ത്രൂ. അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ? ഇതാണ് നമ്മുടെ പ്രോബ്ലം ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ എന്താണ് പ്രോബ്ലം. ആ ഒരു IP അഡ്രസ്. ഓക്കെ, IP അഡ്രസ് അങ്ങനെ വരുന്നതൊരു പ്രോബ്ലമാണ്. സോ റിപ്പീറ്റഡ് നമുക്ക് ഒരേ IP അഡ്രസ്സാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എറർ കാണിക്കും. നമുക്കതെങ്ങനെയും ബൈപ്പാസ് ചെയ്യണം. ഇപ്പോൾ ക്യാപ്ച വരുന്ന ഒരു പ്രോബ്ലം അല്ലേ, കണ്ടോ, ടു മെനി ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ക്യാപ്ച എനബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബൈപ്പാസ് ചെയ്യണം. എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത്. യൂസർ നെയിം, പാസ്വേഡ്. ഓരോ വട്ടവും നമുക്കിരുന്ന് ഈ ഒരു ക്യാപ്ച അടിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഫസ്റ്റ് എത്ര എണ്ണം ട്രൈ ഔട്ട് ചെയ്തു നമുക്കറിയില്ല. ആകെ വെയിറ്റ്, വാക്ത്രൂ നോക്കാം. വാക്ത്രൂ നോക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പം ഒന്നുമില്ല. സോ ബൈപ്പാസിങ്ങിൻ്റെ സെക്ഷൻ നോക്കാം with proper configuration. Too many bad login attempts. So now the challenge is that we have to either bypass the CAPTCHA in some way or solve the CAPTCHA for every brute force password attempts we make. Okay.
ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാം അല്ലേ. ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ഓരോ വട്ടവും വരുന്ന ക്യാപ്ചകൾ ഇത് സോൾവ് ചെയ്ത് പോകണം. ബട്ട് പൈത്തൺ സ്ക്രിപ്റ്റ് അപ്പോൾ നമ്മളതിന് റെഡിയാക്കണം. അതിനുള്ള സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. The script below will open a session, which you can think of it as opening a tab in the browser, which we can use to make post requests to the login web page with login credentials as data. Now we have a script to submit a post request. Let's take another step to read username from the files and loop through those usernames. Okay. Open username.txt for user in response. Okay. Now that we can iterate through the username in the list, okay, in the response, so we know your user does not exist, is invalid user is. Okay, perfect. I will check if the captcha is true. We'll solve the captcha. ഓക്കെ, നമ്മളപ്പോൾ ആ ക്യാപ്ച സോൾവ് ചെയ്യാനായിട്ടൊരു കോഡ് റെഡിയാക്കുക. എന്നിട്ട് ആ ഒരു ക്യാപ്ച സോൾവ് ചെയ്യുക. ക്യാപ്ച സോൾവ് ചെയ്യാനായിട്ട് കോഡ് ഉണ്ടാക്കി ക്യാപ്ച സോൾവ് ചെയ്യണം. നമ്മുടെ ഗോളെന്ന് പറയുമ്പം ആ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കാന്നുള്ള, അല്ലാതെ ആ ഒരു കോഡ് എഴുതിയ അതല്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് പഠിച്ച് മനസ്സിലാക്കി പോകണം. എനിക്ക് ഓൾറെഡി പൈത്തണിൻ്റെ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലൂടെ ചെയ്യണോ അതോ ഫൈനൽ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതായത് മതി. ജസ്റ്റ് ഈ കോഡ് കോപ്പി ചെയ്യുക, എന്നിട്ട് ആ കോഡ് എന്താ വർക്ക് ചെയ്യുന്നതാണ് മനസ്സിലാക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ആ കോഡിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, എന്താണ് ആ കോഡിൽ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ അത് സോൾവ് ചെയ്യും. നമ്മളിത് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും, കിട്ടാതിരിക്കത്തില്ല. യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് കിട്ടും. സോ പരിപാടി കഴിഞ്ഞു. ആ ഒരു ക്യാപ്ചയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഫിനിഷ് ഔട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ആ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് എന്താണ് സംഭവിക്കുന്നതെന്നും അറിയണം. നമുക്ക് ChatGPT ഉണ്ട്, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ അത് സുഖമായിട്ട് കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനു മുമ്പ് നമുക്ക് ഇത് റൺ ചെയ്യാം. നമുക്ക് ആദ്യം ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് നോക്കാം, ഏത് ഈ ഒരു എന്താണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. മീൻസ് ഈ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കുന്ന പരിപാടിയെങ്കിൽ ഇതിപ്പോൾ കഴിയും. ജസ്റ്റ് ഇത് റൺ ചെയ്യുക, നമുക്ക് ആ ഒരു ക്യാപ്ച ബൈപ്പാസ് ചെയ്യുന്നു, പരിപാടി കഴിയുന്നു, ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ഈസി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് അതായിരുന്നു ക്യാപ്ച സോൾവിങ്. സോ നമ്മളത് ചെയ്യാൻ പോകുവാണ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ജസ്റ്റ് എൻ്റെ ഒരു ടെർമിനേറ്റർ ലോഞ്ച് ന്യൂ ഇൻസ്റ്റൻസ് കൊടുത്തു. ബട്ട് വിഷയമില്ല. CD അല്ല നാനോ bypass.py. ഓക്കെ, അതിനിവിടെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ആ ഒരു ഫൈനൽ കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് പേസ്റ്റ് ഇറ്റ്. ഓക്കെ, Python tree bypass username.txt എന്ന് പറഞ്ഞിട്ടുള്ളത് നോ സച്ച് ഫയൽ. വാട്ട് ഇവിടെ ഉണ്ടല്ലോ, നാനോ bypass ഓപ്പൺ username.txt. ആ ഒരു ഫയൽ റിമൂവിങ് ദ ലൈൻ. ഓക്കെ, ആ ഒരു നമുക്കിതിൻ്റെ URL ഒന്ന് ചേഞ്ച് ചെയ്യണം, നമ്മുടെ URL ആക്കണം. സോ ചേഞ്ചസ് എന്തായാലും വരുത്തണം. ഓക്കെ, എന്താ username.txt ഓപ്പൺ ആകാത്തെ? അങ്ങനെ ഒരു ഫയലോ ഡയറക്ടറി ഇല്ല എന്നാണ് ഈ ഒരു കോഡിൽ പറയുന്നത്. യൂസർ നെയിംസ് എന്നാണ് നമ്മുടെ
ഇതിൽ കിടക്കുന്നത്. ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ പരിപാടി കഴിഞ്ഞു. യൂസർ നെയിംസ് എന്നാക്കണം, നെയിം മാറ്റി പാസ്വേഡ്സ് എന്ന് ആക്കണം. ഫയലിൻ്റെ നെയിമിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അപ്പം അത് വന്നത്. സോ ഇനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റണ്ണാകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു യൂസർ കിട്ടും, ഏത് യൂസർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് റണ്ണാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിലൂടെയൊക്കെ ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക. ഇപ്പം ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് വരുവാണ്. ഇതൊന്നും നമുക്ക് റിയൽ ലൈഫിൽ അങ്ങനെ വരണമെന്നില്ല കേട്ടോ. ഇപ്പോൾ അത്രത്തോളം സെക്യൂരിറ്റി നോക്കാത്തൊരു സൈറ്റൊക്കെ ഉണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ എന്താ പറയുന്നത്, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സിമ്പിൾ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഒരു ഇങ്ങനൊരു പ്രോബ്ലം വരുവാണ്, വേറെ വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ക്യാപ്ച ഏതെങ്കിലും ഒരു രീതിയിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ബൈപ്പാസ് ചെയ്യുക. അപ്പം അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതിയിട്ട് അത് സോൾവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കൊടുക്കുക, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ ഇതിപ്പോൾ കാണാതൊന്നും പഠിക്കണം. ഇങ്ങനെയുണ്ട്, അതാണ് കോഡ്, ഓരോ കോഡിൽ ഇന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുക, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ അറിയത്തില്ല, മറന്നുപോയതും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കുക. ഇപ്പം നമ്മൾ ഇത് അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്തത്, നമ്മൾ ഗൂഗിൾ ചെയ്തു, ആ വാക്ക് ത്രൂ നോക്കി. എപ്പോഴും വാക്ക് ത്രൂ നോക്കണം എന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രോബ്ലം വരുവാണ്, നമുക്കത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ല. റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു പ്രൊസീജിയർ വരും. ഓക്കെ, അപ്പം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. യൂസർ നെയിം നട്ടാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂസർ നെയിം നോക്കാം. നട്ടാലി. ഓക്കെ, പാസ്വേഡ് സ്കേറ്റ് ബോർഡ് എന്നാണ് ആ ഒരു പാസ്വേഡ്. സോ ലോഗിൻ 989 × 43. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. ഇത് സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്, അല്ലാതുള്ള ക്യാപ്ഷ അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ ഇപ്പം മറ്റേ ആ ഒരു ഇമേജ് പരിപാടികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടാസ്ക്കാണ്, അല്ലെങ്കിൽ അത് ഇച്ചിരി പരിപാടികളാണ്. അതല്ലാതെ മറ്റേ നമ്മുടെ ഇൻട്രാക്ഷനും കാര്യങ്ങളും വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യണമല്ലോ, അതൊക്കെ ആണെങ്കിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കണം. സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം അന്വേഷിക്കണം. സോ ലോഗിൻ കൊടുത്തു, പക്ഷേ വർക്കൗട്ട് ആയില്ലല്ലോ. വിഷയമില്ല, ഒന്നുകൂടെ നമുക്കതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഒരു പാസ്വേഡ് പേസ്റ്റ് ചെയ്യുന്നു. പാസ്വേഡ് അതല്ല, പാസ്വേഡ് ഇത് കോപ്പി പേസ്റ്റ്. നട്ടാലിയ. ഓക്കെ, സ്പെല്ലിങ് കറക്റ്റാണ്. ലോഗിൻ. ടു മെനി ബാഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്. ബട്ട് ഇതാണ് കറക്റ്റ് പാസ്വേഡെന്നും പറയുന്നുമുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എഗെയിൻ ബർപ്പ് എടുക്കുക. ബർപ്പിൻ്റെ വലിയ ഉപയോഗം ഇവിടെ വന്നിട്ടില്ല നമുക്ക്. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ പോയതുകൊണ്ട്. ഒന്നുകൂടെ നമുക്ക് പ്രോക്സി എടുത്തിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ഓപ്പൺ ബ്രൗസർ. അതല്ല, ആ ഒരു ലോഗിൻ പേസ്റ്റ്. ഓക്കെ, പാസ്വേഡ് കോപ്പി ചെയ്യുക.
പേസ്റ്റ് ആക്കുക, നട്ടാലി കോപ്പി ചെയ്യുക, പേസ്റ്റ് ആക്കുക, ലോഗിൻ. നോക്കാം എന്ത് സംഭവിച്ചു എന്ന്. ഇവിടെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ക്യാപ്ച ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് അതൊന്ന് കുറച്ച് എഴുതാം. ഫോർവേഡ് ഓൾ. യെസ്, നമുക്ക് ആ ഒരു ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട്. എടുക്കുന്നു, ഇവിടെ വരുന്നു, ജസ്റ്റ് പേസ്റ്റ് ആൻഡ് സബ്മിറ്റ്. നമ്മൾ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു CTF കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംപിളി നമുക്ക് ആ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. എങ്ങനെ ആ മെത്തേഡ് പ്രൊസീജിയറൊക്കെ മനസ്സിലായല്ലോ. ഇനി അത് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ChatGPT എടുക്കാം. ആദ്യം ഒരു കാര്യം പറയും, ഇതെങ്ങനെ ജസ്റ്റ് സിംപിളി വർക്കാവുമെന്ന് വെച്ചാൽ യൂസർ നെയിം ചെക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ മുമ്പേ കണ്ടല്ലോ, ഒരു പാസ്വേഡ് ചെക്ക് ചെയ്ത് യൂസർ നെയിം ചെക്ക്. അത് ആദ്യം യൂസർ നെയിം ഇങ്ങനെ നോക്കും, ആ ഒരു ക്യാപ്ചയൊക്കെ സോൾവ് ചെയ്തിട്ട് യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്നാണല്ലോ നോർമലി കാണിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് യൂസർ നെയിം കണ്ടുപിടിക്കും ആദ്യം. അപ്പോൾ യൂസർ നെയിം കണ്ടുപിടിച്ച പിന്നെ എന്താ, പാസ്വേഡ് ഏതോ ഒന്നാണ്. നമ്മൾ ജസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നോക്കുന്നു, പാസ്വേഡ് കണ്ടുപിടിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കൂട്ടത്തിൽ ക്യാപ്ച സോൾവ് ചെയ്യുന്നു എന്ന് മാത്രം. എക്സാക്ട്ലി കോഡിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ കോഡ് simply as you can. നോക്കാം. Script uses request library to send. Okay, അത് വേണ്ട. Should first it's potential username and password to സോൾവ് ക്യാപ്ച എക്സ്ട്രാക്ട്സ് ആൻഡ് കാൽക്കുലേറ്റ്സ്. ഓക്കെ, അതിലുള്ള സോൾവ് ക്യാപ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് ഈ ഒരു ക്യാപ്ച എക്സ്ട്രാക്ട് ചെയ്യുന്നതും അത് സോൾവ് ചെയ്യുന്നതും. ഓക്കെ, പിന്നെ സെഷൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ടു മെയിൻറ്റെയിൻ കുക്കീസ് ആൻഡ് അതർ സെഷൻ സ്പെസിഫിക് ഇൻഫർമേഷൻ. ഓക്കെ, സെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സെഷൻ ഒബ്ജക്റ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിലേറ്റഡ് കുക്കീസും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഒരു പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ബ്രൂട്ട് ഫോഴ്സിങ് പരിപാടി. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അവിടെ ആണെങ്കിൽ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. ഒന്ന് സെഷൻ മാനേജ് ചെയ്യാനായിട്ട്, 2 ക്യാപ്ച സോൾവ് ചെയ്യാനായിട്ട്, 3 ബ്രൂട്ട് ഫോഴ്സിങ്ങിന് വേണ്ടിയിട്ട്. ബ്രൂട്ട് ഫോഴ്സിങ് യൂസർ നെയിം ചെക്ക് ചെയ്യും, യൂസർ നെയിം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാസ്വേഡിന് വേണ്ടി പോകും. ലാസ്റ്റിൽ യൂസർ നെയിം ഇതാണ്, പാസ്വേഡ് ഇതാണെന്ന് കാണിക്കും. ഇതാണ് കോഡിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ കോഡ് ഓരോ ലൈനെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യണം, അങ്ങനെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ഒരു മീഡിയം പേജ് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ആ കോഡിൻ്റെ ഓരോ ലൈനൊക്കെ എടുത്ത് നോക്കാം. ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ കോഡിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് ആ കോഡിൽ സംഭവിക്കുന്നത്. ഈ ഇന്ന ഫങ്ഷൻസ് ഇതാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോഡിലൊന്ന് ഓടിച്ചിട്ട് പോകാം. ഇത് നമ്മുടെ ആ ഒരു HTTP കോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു റിക്വസ്റ്റ് മൊഡ്യൂൾ ഉള്ളത്. പിന്നെ യൂസർ നെയിം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, പാസ്വേഡ് ഓപ്പൺ ചെയ്യുന്നു, ആ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കും. നമുക്ക് ഓരോന്ന് കൊടുക്കണ്ടേ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്, ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട്. സോൾവ് ക്യാപ്ച ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെയാണ് ആ ഒരു ക്യാപ്ച സോൾവ് ചെയ്യുന്നത്. സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മുടെ ആ ഒരു കുക്കീസും കാര്യങ്ങളൊക്കെ. ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട്. ഓക്കെ, പിന്നെ ആ ഒരു യൂസറിനെ അത് വെച്ചിട്ടൊരു ലൂപ്പ് റൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്യാപ്ച എനബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യമേ ക്യാപ്ച എനബിൾ ആകത്തുള്ളൂ, എനബിൾ ആകുമ്പോൾ നമ്മൾ ക്യാപ്ച സോൾവ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ഓക്കെ, ആ രീതിയിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ if does not exist not in response dot found username attempting. ഓക്കെ, യൂസർനെയിം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ ഒരു സെഷനിലോട്ട് കയറിയിട്ട് പാസ്വേഡ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പാസ്വേഡ് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ് സെപ്പറേറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് റീക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഓരോ ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. സോ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ
ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസ് ചെയ്യും. CTFs ഇതുപോലത്തെ CTFs ഇനിയും വരും. അതേപോലെ തന്നെ ലൈവ് ബഗ് ഹണ്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോർച്ചുഗൽ സീരീസും കണ്ടിന്യൂ ചെയ്യും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയും നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ല സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ഓൾറെഡി വന്നു, ഇനിയും ഗ്രോത്ത് ഉണ്ടാക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിലും ഈ ചാനൽ ഫോളോ ചെയ്യുക.